ലൈറ്റ് വേണ്ട, അത് എന്നിരിക്കണോണ്ടേ കാണാൻ ബുദ്ധിമുട്ടാണ്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അധ്യായം 16, ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 16, ദേവാസുര അല്ലെ, ദേവാസുര ഭാവങ്ങൾ. അപ്പൊ ഇതിൽ നമ്മൾ ദേവന്മാരുടെ നമ്മൾ ഇത്രയും 10-15 ശ്ലോകം കൊണ്ട് 15 10 വരെയാണ് നമ്മൾ ദേവന്മാരുടെ നമ്മളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി. ബാക്കിയുള്ളത് 20 വരെ അസുര സ്വഭാവങ്ങളാണ്. 20 വരെ നമ്മൾ പ്രഭാതം നമുക്ക് പറഞ്ഞു തരുന്നത് അസുര സ്വഭാവങ്ങൾ അത് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭൗതിക ലോകമാകുമ്പോൾ തീർച്ചയായിട്ടും അത് അസുര സ്വഭാവം കൂടിയിരിക്കും, അതിന്റെ കാഠിന്യം കൂടിയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോ ഈ അസുര സ്വഭാവം നമ്മൾ ഇനി രണ്ടാമതൊന്ന് വിസ്തരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ കുറെ സമയം എടുക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗം കൂടെ സമയത്തിന് നിഷ്ഠ വെച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ അസുര സ്വഭാവം ഉള്ളവർ ധർമ്മശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അസുര സ്വഭാവം. അവരുടേതായ ചില സിദ്ധാന്തങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അവരുടേതായ ചില ദൈവങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് ചില കീർത്തനങ്ങളും കഴിഞ്ഞാൽ ക്ഷണികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അതാണ് അസുര സ്വഭാവം. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പല ജാതികളും തന്നെ അങ്ങനെയാണെന്നാ പറയാം. നമ്മൾ ജാതി എടുത്ത് പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെ. അപ്പോ അതിലെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിന്റെ നേതാവ് എന്ത് തന്നെ തെറ്റ് ചെയ്താലും അവര് പറയുന്നത് സത്യം എന്നുള്ള ധാരണയിലാണ് അവര് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ അവര് വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനന മരണ ചക്രത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ നേതാവ് പറയുന്നത് വേദവാക്യം പോലെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതിലൊരു മതം, അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ നിലനിൽപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കും, അതനുസരിച്ച് മതം സൃഷ്ടിക്കും. അതനുസരിച്ച് അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, പുകഴ്ത്താൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനങ്ങള് ഈ ഈശ്വര സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുള്ളതാണ്. കാരണം അവരുടെ വഴികാട്ടി തെറ്റായ രീതിയിലാണ് അവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പാടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ട്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണം. നമ്മള് ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അതിന്റെ ആ വ്യത്യാസങ്ങൾ, അതിന്റെ ന്യൂനതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. അപ്പോ ഇവിടെ 16-ൽ 10 നമ്മളിപ്പോ 16-ല് ശ്ലോകം 10. കലിയുഗാണെങ്കിലും മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടില്ല, കലിയുഗം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയാണ്. അപ്പൊ ഇനി ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. 7 വയസ്സിൽ പെൺകുട്ടികൾ പ്രസവിക്കുന്നവരാണ്. 7 വയസ്സാകുമ്പോൾ പ്രസവിക്കുന്ന എന്താ അതിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, ഭഗവാന്റെ പേര് പറയാൻ ആരും ഉണ്ടാവില്ല, തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറും. അങ്ങനെ ഒരു അവസ്ഥ വരുന്നവരാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയാണ് ഭഗവത്ഗീത, നാമജപം, ഭഗവാന്റെ നിർദ്ദേശങ്ങളും അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അത് നമ്മൾ ഫോളോ ചെയ്യുക. അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പോവാം. ഇനി അടുത്തൊരു ജന്മം നമുക്ക് വേണ്ട, അടുത്ത ജന്മം വേണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആവുന്നതും വേഗം നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. ഇവിടുത്തെ ഞാൻ ശ്ലോകം ഒന്ന് വായിക്കാം, ഇതങ്ങൾ ശരിയാവും. ഹരേ കൃഷ്ണ. ശ്ലോകം ഞാൻ വായിക്കാം. എന്നിട്ട് അധികം പേര് വായിക്കണ്ട, കുറച്ച് പേര്, 2 മാതാജിമാരും നമ്മൾ 2 പ്രഭുക്കന്മാരും വായിച്ചാൽ മതി. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 16, ദേവാസുര ഭാവങ്ങൾ, ശ്ലോകം 10.
കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമദാന്വിത മോഹാദ്ഗൃഹീത്വ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേഷു ജീവൃത. ഞാൻ വായിക്കാം, റിപ്പീറ്റ് ചെയ്തു. കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമദാന്വിത മോഹാദ്ഗൃഹീത്വ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേഷു ജീവൃത. കൃഷ്ണ, നമുക്ക് വായിക്കാവുന്നൊരു വായിച്ചോളൂ. കാമമാശ്രിത്യ ദുഷ്പൂരം മോഹാൻ ഗൃഹീത്വ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേഷു ജീവൃത. മോഹഗൃഹീത്വ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേഷു ജീവൃതഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമദാന്വിത മോഹഗൃഹീത്വ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേഷു ജീവൃതഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമദാന്വിത മോഹാദ്ഗൃഹീത്വ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേഷു ജീവൃതഃ. ഹരേ കൃഷ്ണ. പദാർത്ഥം ദുഷ്പൂരം, നിറവേറ്റാനാവാത്ത. കാമം, കാമത്തെ. ആശ്രിത്യ, ആശ്രയിച്ചിട്ട്. ദമ്പമാനം മദാന്വിതം, ദമ്പം മാനം മതം വിയുള്ളവരായി. മോഹം മൂലം അസദ്ഗ്രാഹൻ, നശ്വര വസ്തുക്കളെ. ഗൃഹീത്വ, സ്വീകരിച്ചിട്ട്. അശുചിവൃത, അശുദ്ധ സങ്കല്പനിഷ്ഠരായിട്ട്. പ്രവർത്തന്തേ, പ്രവർത്തിക്കുന്നു. വിവർത്തനശീല പ്രവാദിക്കുക. അടക്കാനാവാത്ത കാമം പൂണ്ടും ദമ്പം, ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരായ അസുര സ്വഭാവികൾ ക്ഷണികമായതിൽ ആകൃഷ്ടായി എന്നും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ഇതാണ് ഈ 10ാമത്തെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഞാനില്ലാത്ത കാരണം എനിക്ക് അതിനകത്ത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാനേ പറ്റാതെ. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഇതൊന്ന് നമുക്ക് വിവർത്തനം ഒന്ന് വായിക്കാം. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞോണം, അവർ ഈ ക്ഷണികമായ കാര്യങ്ങൾക്കാണ് അവർ താല്പര്യം. പ്രധാനമായിട്ടും സ്വന്തം കാര്യം. പ്രഭുപാദ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് ധാരാളം ബ്രാഹ്മണര് വേണമെന്ന് പറയുണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ചോദിക്കും നിങ്ങൾ, അത് ബ്രാഹ്മണ ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ 4 കൂട്ടരും 4 രീതിയിലാണ് ജീവിക്കുന്നതും പെരുമാറുന്നതും ചിന്തിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഒരു പ്രശ്നം നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നു, അത് ബ്രാഹ്മണനാണ് അത് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശാന്തരൂപത്തിലും അതിന്റെ വേണ്ട രീതിയിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം ക്ഷത്രിയനാണെങ്കിലോ, ക്ഷത്രിയൻ കുറെ കൂടി എന്താണ് ഗാംഭീര്യത്തോടു, കുറെ ധൈര്യത്തോടു കൂടിയിട്ട് ആ രാജത്വം അത് പ്രകടിപ്പിക്കാൻ വേണ്ടി അത്തരത്തിലായിരിക്കാം അവന്റെ ചിന്ത പോകുന്നത്. അതേസമയം വൈശ്യരാണെങ്കിലോ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നായിരിക്കും അവരുടെ വൈശ്യന്റെ ചിന്ത. മനസ്സിലായോ? എന്ന് വെച്ചാൽ അവന്റെ താല്പര്യം അതാണ്, അവനെന്തെങ്കിലും കിട്ടണം. ശൂദ്രനാണെങ്കിൽ ഇതൊന്നും വേണ്ട, എന്തായാലും വിരോധം എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അതിലൊന്നും പ്രശ്നം, എന്തെങ്കിലും നശിക്കുകയും എന്തും വേണേ ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് പ്രഭുവാദ് പറയാൻ കാരണം. ബ്രാഹ്മണരുണ്ടെങ്കിൽ
അവരുടെ ആ സ്വഭാവം അനുസരിച്ച് ആ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന് അനവധി പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് അതിനെ തരണം ചെയ്യാറുമുണ്ട്. പക്ഷെ ഇതൊക്കെ തീർച്ചയായിട്ടും ബ്രാഹ്മണരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അല്പബുദ്ധികളാണ്. അല്പബുദ്ധികൾ അത്തരത്തിലേ ചിന്തിക്കുകയുള്ളൂ, അത്തരത്തിൽ അവർക്ക് പെരുമാറാൻ സാധിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിനി അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇതേപോലെയുള്ള വല്ല സത്സംഗത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമാന്മാരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാര്യന്മാരെയോ കണ്ടുമുട്ടിയാലേ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം അവർ ഇത് തന്നെ തുടർച്ചയായിക്കൊണ്ട് ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ നമ്മളൊരു കാര്യം ഞാൻ ഹരേ കൃഷ്ണ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മള് മംഗളാചരണം ചെയ്തില്ല, നമ്മൾ അത് ചെയ്തെടുത്ത് തുടങ്ങാം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലി സ്വയം രൂപഗതാമഹ്യം ദദാതി സുപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടുകൂടിയാണ് ഞാൻ ജനിച്ചത്. എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശി കൊണ്ട് എന്റെ കണ്ണുകൾ തുറന്നു. എന്റെ സാദര നമസ്കാരങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരും ശ്രീവിധപദകമലം ശ്രീഗുരും വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാന്യതം സത്സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സാഗണലളിത ശ്രീ വിശാഖാനിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തേ സപ്തകാന്തന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപച കൃപാ സിന്ധുഭ്യവജ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തം ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷ അഭദ്രേഷോ നിത്യം ഭാഗവത സേവയാ ഭഗവദേവോത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മ. നമ്മൾ ശ്ലോകം വായിച്ചു, ശ്ലോകത്തിന്റെ വിവർത്തനം നമ്മൾ വായിച്ചു. അസുര സ്വഭാവികള് അവരുടെ വ്യവഹാരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ക്ഷണികമായിട്ടുള്ള കാര്യങ്ങളിന് അവർ ആകൃഷ്ടരായിട്ട് വൃത്തിഹീനമായ കർമ്മങ്ങൾ, വൃത്തിഹീനമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിളിന് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മര്യാദയില്ലാത്ത പ്രവൃത്തികൾ അത് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് വൃത്തിഹീനം ചെയ്യുന്ന നാറ്റമുള്ളതൊന്നല്ല. നമ്മുടെ സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്ക് പ്രശ്നമല്ല, അവർക്ക് അവരുടെ കാര്യം കാണണം. അപ്പൊ ഇവിടെ പ്രഭാത ഭാവാർത്ഥത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. അസുര മനോഭാവത്തെ ഇതിൽ വിവരിക്കുന്നു. എപ്പോഴും അസംതൃപ്തരാണ് അവരുടെ കാമം. ഒരിക്കലും തൃപ്തി വരുത്താനാവാത്ത സുഖബോധ ആസക്തി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരിക്കലും തീരാൻ പോണില്ല. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? നമുക്കും ഈ ആർത്തിയും അത്യാർത്തിയും നമുക്കും ഇതേപോലെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് പ്രഭാതിന്റെ കാരുണ്യം കൊണ്ട് ഇതിൽ വന്ന് പെട്ടു. ഇതെന്തെങ്കിലും 4 അക്ഷരം പഠിക്കാൻ സാധിച്ചു, നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിച്ചു. പക്ഷെ ഇതേപോലെയുള്ള അസുരന്മാർക്ക് അത് ചെയ്യാൻ സാധിക്കാൻ ഒരു അവസ്ഥയില്ല എന്നാ പറയുന്നത്. ഒരിക്കലും തൃപ്തി വരുത്താനാവാത്ത സുഖഭോഗ ആസക്തി വളർത്തിക്കൊണ്ടിരിക്കും. ഈ നേട്ടങ്ങൾ നശ്വരങ്ങളാണെന്നതുകൊണ്ട് അതേക്കുറിച്ചുള്ള ആകുലതയും ഒപ്പം വളർന്നു വരുന്നുണ്ടെങ്കിലും മായാമോഹിതരായ അവർക്ക് ഇത് അറിഞ്ഞുകൂടാ. അവയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം തുടരുന്നു. അജ്ഞാനികളായ അവർക്ക് ഇത് അറിഞ്ഞുകൂടാ തെറ്റായ വഴിക്കാണ് തങ്ങൾ പോകുന്നതെന്ന്.
നശ്വരങ്ങളായവ സ്വീകരിച്ച് അസുര സ്വഭാവികൾ തങ്ങളുടേതായ ഈശ്വരനെ സൃഷ്ടിക്കുന്നു, സ്വയം കീർത്തനങ്ങൾ ഉണ്ടാക്കി വാഴ്ത്തുന്നു. അവർ ലൈംഗിക ആസ്വാദനത്തിലേക്കും ധനസമ്പാദനത്തിലേക്കും അധികം ആകർഷരായിത്തീരുന്നു എന്നാണ് അതിന്റെ ഫലം. അശുചി വൃത മലിനമായ ശീലങ്ങൾ എന്ന പദപ്രയോഗം വിശേഷ ശ്രദ്ധേയമാണ്. മദ്യം, സ്ത്രീകൾ, ചൂതുകളി, മാംസഭോജനം എന്നിവ മാത്രമാണ് അസുര പ്രകൃതക്കാരെ ആകർഷിക്കുന്നത്. ഇതാണ് അവരുടെ അശുദ്ധി. മലിനമായ ശീലങ്ങൾ, വിദ്യാഹങ്കാര പ്രേരിതമായി അവർ വേദ സമ്മതങ്ങളല്ലാത്ത ചില മതസിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേവലം കേവലം നിന്നെ അറിയിക്കുന്നുള്ളൂ. എങ്കിലും ലോകം ചില കൃത്രിമ ഉപായങ്ങൾ കൊണ്ട് അവർക്ക് പൊളയായി ഒരു ബഹുമതി സൃഷ്ടിച്ചു കൊടുക്കുന്നു. അവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഇത് തന്നെ ശരിയെന്നുള്ള ധാരണയില് നരകത്തിലേക്ക് വഴുതി ഇറങ്ങുമ്പോഴും തങ്ങൾ ശരിക്കും മുന്നേറുകയാണെന്ന് അവർ കരുതുന്നു. പ്രഭു അത് പറയുന്നില്ലേ, ഇപ്പൊ ലോകം പറയുന്നത് നമ്മൾ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. നമ്മൾ ചന്ദ്രനിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, പല അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എന്തുണ്ടായി? ഓരോ അസുഖം ഡോക്ടറെ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ലായിടത്താണ് ഓരോ അസുഖത്തിന് അപ്പുറം വേറെ അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് വേറെ അസുഖം, അല്ലെ? ഇപ്പൊ കോവിഡ് വന്നപ്പോ അതിന്റെ വേറെ ഒരു വെർഷൻ അത് വന്നു. അതിനപ്പുറം വേറെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നമുക്ക് ഒരിക്കലും ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ മലിനമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു അത് ഒരിക്കലും സത്യമായി ശാശ്വതമായിരിക്കില്ല എന്നുള്ളതാണ്. അത് നശ്വരമായിരിക്കും എന്ത് തന്നെ ചെയ്താലും. അപ്പൊ അതിൽ നിന്നുള്ള ഒരു മുക്തി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ഒരു ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവത് സേവനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശരിയായ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അല്ലാത്തടത്തോളം നമ്മൾ വീണ്ടും പിന്നെ ജനിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ പ്രഭുപാദ് പറയുന്ന ഡെവലപ്മെന്റ്, പ്രഭുപാദ് പറയുന്നത് ഇതൊന്നും വേണ്ട. ഈ മെഷീനറീസോ അല്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രികളായിട്ടുള്ള യാതൊന്നും വേണ്ട. നമുക്ക് ദിവസവും കഴിക്കാനുള്ള അന്നം കിട്ടണം, അത് മഴയുണ്ടായിരിക്കണം. അതേപോലെ ഇതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അല്ലാണ്ട് ഈ ഇൻഡസ്ട്രീസും മെഷീനറീസും കൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഡെവലപ്മെന്റ് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതൊക്കെ അവസാനം അത് നമുക്ക് ക്ലേശങ്ങളിലേ നമുക്ക് എത്തിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദ് പല സ്ഥലത്തും കൃഷി, ഗോരക്ഷ ഇതിനെ പറ്റിയുള്ള പല പ്രസ്ഥാനങ്ങളും ലോകത്തിൽ പല സ്ഥലത്തും ഇത് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം ഇതാണ് എൻ്റെ ഉദ്ദേശം. കാരണം നമുക്ക് പ്രകൃതിയായിട്ട് ഇടപഴകി ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെങ്കിൽ അതായിരിക്കും വളരെ ഉത്തമം. അതിനപ്പുറം വിട്ട് ചിന്തിച്ച് അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഞാനിപ്പോ ആലോചിച്ച് നോക്കും, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ 34-35 നദികളുണ്ട്. ഇതിനെയൊക്കെ കെട്ടി വരിഞ്ഞ് നിർത്തി ഡാമുണ്ടാക്കി കറണ്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി? വർഷക്കാലമായ വെള്ളം കൊണ്ട്, വേനൽക്കാലമായ വെള്ളമില്ല, വേനൽക്കാലം വളരെ വരൾച്ച. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മൾ പ്രകൃതിയെ അതിനെ തടസ്സപ്പെടുത്തി നമ്മൾ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. അപ്പൊ ഈ ഇതൊക്കെ ആരാ ചെയ്യുന്നെങ്കിൽ അസുര സ്വഭാവികളാണ്. കാരണം അവരുടെ വിചാരം അവർ ചെയ്യുന്നത് ശരിയാണ്, നല്ലതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ട്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ പ്രതിഫലനങ്ങൾ, പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പോ പ്രഭുപാദ് പറഞ്ഞുകൊണ്ടതിൽ നമ്മൾ കുറേയും കൂടിയും എന്താണ് പറയാ, ഈ ഭഗവത്ഗീതയിലോ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്ത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നമ്മൾ അനുഭവിച്ച് ജീവിക്കുകയാണെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മനസ്സ്, വാക്ക്, അതേപോലെ കണ്ണ്, കാത് എന്നിവ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഭൗതിക വസ്തുക്കളെന്നും ഈ ഭൗതിക ഇതിൽ അത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അത് നശ്വരമായിരിക്കും, അതൊരിക്കലും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. ഭൗതിക ഇന്ദ്രിയങ്ങളെ കൊണ്ട് എല്ലാ വിഷയങ്ങളും നശ്വരമായിരിക്കുന്നുള്ള ഭൗതിക
ഭൗതിക ലോകത്ത് നന്മയുണ്ട് തിന്മയുണ്ട് അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ നന്മയും തിന്മയും നമ്മൾ ഒരേപോലെ കാണണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നന്മയായാലും തിന്മയായാലും അതിന്റെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിന്റെ ആ സാമ്യാസാരങ്ങൾ അത് വരും. അതിന് തിന്മ വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് മാറത്തടിച്ച് കരഞ്ഞിട്ടുന്ന കാര്യം ഒരുപക്ഷെ നമ്മളുടെ കർമ്മത്തിന്റെ ഫലം കൊണ്ടായിരിക്കാൻ വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞ യഥാ രാജ തഥാ പ്രതാ എന്ന് പറയും. രാജ എങ്ങനെയാണോ അതായത് പ്രജകളുണ്ടാവും. അപ്പൊ ആ രാജാവിന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും അതേപോലെ പ്രജകളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതേപോലെ നന്മയും തിന്മയും നമ്മൾ ഈ വേദങ്ങളിൽ തന്നെ നന്മയും തിന്മയും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും വേദങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനും ഒരേപോലെ കാണണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു സൃഷ്ടി, മനസ്സിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ഇത്. ഈ കാണുന്നതെല്ലാം തന്നെ മനസ്സിന്റെ ഒരു സൃഷ്ടി. നമ്മൾ സ്വപ്നം കണ്ട് എണീക്കുമ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയും. എന്നുപോലെ ഒരു സ്വപ്നത്തിൽ ഉണ്ടാവുന്ന മനസ്സിന്റെ സൃഷ്ടികൾ മാത്രമാണ് ഇത്. മായയാണ്, ഇതൊന്നും നശ്വരമല്ല എന്നാണ്. മായയുടെ സൃഷ്ടി തീർച്ചയായിട്ടും നശ്വരമായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല കാര്യങ്ങളും ഇതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത 7:19 പറയുന്നതിൽ ബഹൂനാം ജന്മനാമന്റെ ജ്ഞാനവാന്മാൻ പ്രബുദ്ധ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അനവധി ജന്മങ്ങൾക്ക് ശേഷമാണ് ഭഗവാനെ നമ്മൾ തിരിച്ചറിയുന്നത്. ഭഗവാനാണ് എല്ലാത്തിന്റെയും കാരണക്കാരൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് അദ്ദേഹത്തെ ശരണം പ്രാപിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ 5:29 ഭോക്താരാം യജ്ഞതപസാം സർവ്വലോകം മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമ ശാന്തി പൃച്ഛതി. ശാന്തി എങ്ങനെ കിട്ടണേ? ഭോക്താരാം യജ്ഞതപസം, യജ്ഞങ്ങളുടെയും തപസ്സിന്റെയും അധിപൻ ആരാണ്? ഭഗവാനാണ്. ഈ ദേവന്മാരുടെയും ലോകങ്ങളുടെയും എല്ലാത്തിന്റെയും അധിപൻ ഭഗവാനാണ്. ഇത് മനസ്സിലാക്കിയ വ്യക്തി അദ്ദേഹത്തെ ശരണം പ്രാപിച്ചിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി അദ്ദേഹത്തിന് ശാന്തി നേടാൻ കഴിയുന്ന പറയുന്നത്. അപ്പൊ ഈ അസുര സ്വഭാവം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു തരത്തിലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ മായയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, മായയുടെ ആകർഷണത്തിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ കുടുങ്ങുകയുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്. ഇതാണ് ജ്ഞാനേന്ദ്രിയം. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ കയ്യ്, കാല്, നാക്ക്, ഭൂതം, ജനനേന്ദ്രിയങ്ങൾ. ഇതിനൊക്കെ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഈ 10 ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിച്ചത് മനസ്സിനെയാണ്. മനസ്സിനെ ചുറ്റിപ്പറ്റി ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ആധ്യാത്മികമായിട്ട് ചിന്തിക്കാനും പോണതും ഭൗതികമായിട്ട് ചിന്തിക്കാനും പോണത്. ഭൗതികമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ ആ 3 ഗുണത്തിൽ പെടും. ഇത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. വേദങ്ങളിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. സത്വഗുണം, ഈ വിഷയങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, തമോ. ഇതിൽ പെട്ടുപോകും. ഇതിൽ പെട്ടുപോകുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്നൊക്കെ അതീതമായിട്ട് നിൽക്കുന്ന, ഇതിൽ നിന്നെല്ലാം വിട്ട് അതീതമായിട്ട് നിൽക്കുന്ന നമുക്ക് ഭഗവാനെ, അബ്സൊല്യൂട്ട് ട്രൂത്തിനെ, ആ ശാശ്വതമായ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കാതെ വരുന്നു. പ്രകൃതി ഗുണങ്ങളാൽ ആവരണം ചെയ്യുന്നത് ഈ ഗുണങ്ങൾ നമ്മൾ ആവരണം ചെയ്താൽ നമ്മൾ എന്തുണ്ടാക്കും? നമുക്ക് എന്താ സംഭവിക്കാൻ പാടില്ല? നമ്മൾ രാഷ്ട്രത്തിനെ കാണും, കുടുംബത്തിനെ, ഇതിനൊക്കെ നമ്മുടെ ഭാവനയില്, ഓരോ ഭാവനയിൽ ചിന്തിക്കാൻ തുടങ്ങും. അതിനൊരു ഭാവന നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം എന്തുണ്ടാവുന്നു? ഈ ഇന്ദ്രിയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ദ്രിയങ്ങളും ഈ മലിനമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ വരും എന്നാ പറയുന്നത്. അതേപോലെ തന്നെ അപ്പോ എന്ത് പറ്റും? വികാരങ്ങളും ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയായിരിക്കും. ഈ മലിനമായ ഇന്ദ്രിയങ്ങൾ കൂടിയായിരിക്കും നമ്മളുടെ വികാരവും ഇതെല്ലാം തന്നെ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സന്തോഷവും, നമ്മളുടെ ഉദ്ദേശം ഇതാണ്, സന്തോഷത്തിനും ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സന്തോഷത്തിനും സംതൃപ്തിക്കും അത് കിട്ടാനുള്ള വഴികൾ നമ്മൾ ആലോചിച്ചിട്ട് അതിൽ തന്നെ നമ്മൾ ഉൾപ്പോകിപ്പോകും. തന്നെയല്ല, ഇതാണ് ശ്രേഷ്ഠമെന്ന് കരുതിയിട്ട് നമ്മൾ ശരീരത്തിന് ഈ മലിനമായ ഇന്ദ്രിയങ്ങൾക്ക് കൂടി നമ്മൾ പെടുത്തി വെക്കും. അതുകൊണ്ട് എന്ത് സംശയം? മൊത്തത്തിൽ മായയുടെ ഇതിലായിരിക്കും. പക്ഷെ ഒന്നും നമ്മൾ മനസ്സിലാക്കണം,
ഇത്ര ഈ മായയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഈ മായയായാലും ലോകമായാലും ഇതിന്റെ അധിപൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ളത് അത് നമുക്ക് ഓർക്കാൻ തന്നെ നമ്മളിപ്പം സാധിക്കാതെ വരുന്നുള്ള പറയുന്നത്. അതേപോലെ തന്നെ നിർഭാഗ്യവശാൽ ഈ ഇന്ദ്രിയങ്ങളും ലോകവും ഭഗവാന്റെ നമുക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഈസ് എ ഡിവോറിങ് ഫാക്ടർ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഈസ് എ ഡിവോറിങ് ഫാക്ടർ നമ്മൾ സമയം നമ്മളിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തിയിൽപ്പെട്ട ഈ ടൈം നമ്മളെ ഓരോ മിനിറ്റിലും നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവസാനത്തിലേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം മനസ്സിലാക്കുന്നത് മൂഢത്തരം കൊണ്ട് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശാശ്വതമായ സത്യം, നിത്യമായ ആത്മാവ് എന്ന് വിളിക്കുന്ന ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? ഭഗവാനെയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ. അപ്പോ ശ്രീകൃഷ്ണനിൽ കൂടെ നമുക്ക് എല്ലാം കാണാൻ സാധിക്കണം. ശ്രീകൃഷ്ണനിൽ നമ്മൾ എല്ലാം കാണണം എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അപക്വമായ ജീവിതത്തിൽ നിന്ന് ഒരു ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക്, പരിപൂർണമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് മേലോട്ടുള്ള നമുക്ക് ഇതിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും ചെയ്യാൻ? മായയുടെ നമ്മുടെ അവബോധം മായയുടെ ഭ്രമത്തിൽ പെട്ടു കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ കാണുന്ന ഓരോന്നിനെ, ഇത് വസ്തുക്കളാവട്ടെ എന്ത് തന്നെ ആയാലും അതിലും ഭിന്നതകളുണ്ടെന്നും അതിന്റെ മൂല്യത്തിനെയും അതിന്റെ അർത്ഥത്തിനെയും പറ്റി നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. എന്ത് സാധനം കിട്ടിയാലും അത് പുറമേ കാണുന്ന പ്രത്യക്ഷത്തില് പുറമേ കാണുമ്പോൾ അങ്ങനെ സ്വീകരിക്കില്ല. അതിന്റെ ന്യൂനതകൾ നമ്മൾ ചകഞ്ഞ് അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം അതാണ്. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ഇതിൽ മായയിൽ പെട്ടെടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശരിയായ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കില്ല എന്ന് പറയുന്നത്. അവസാനം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ദ്വന്ദ്ങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഈ ദ്വന്ദ്ങ്ങളിൽ നമ്മളാണ് കുടുങ്ങുന്നത്. ഈ പറയുന്ന വേദങ്ങളോ ഇതൊന്നും കുടുങ്ങുന്നില്ല, നമ്മളാണ് ഈ ദ്വന്ദ്ങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. വേദങ്ങളിൽ പറയുന്നു, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നന്മയായാലും തിന്മയായാലും നമുക്ക് വേദങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് കർമ്മം, വികർമ്മം, അകർമ്മം ഇതിനെപ്പറ്റി ആത്യന്തികമായിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ സമയം പാഴാക്കുന്നു എന്നുള്ളൂ. ഭൗതികമായ അനുഭവത്തിന്റെ ഈ ഭൗതിക ലോകത്ത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വസ്തുക്കളുണ്ട് അല്ലെ? അത് അതിന്റെ രൂപങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിന്റെ വൈരുദ്ധ്യങ്ങളിലും ഇതൊക്കെ ആസ്വദിക്കാനാണ് നമ്മുടെ ശ്രമം. ഇതൊക്കെ നമുക്ക് സ്വയം ആസ്വദിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. യാഥാർത്ഥ്യം എന്താണ്? അബ്സല്യൂട്ട് ട്രൂത്ത്. അതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും അതിൽ തന്നെ കിടക്കണമെന്നാണ്. മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എല്ലാത്തിലും വൈരുദ്ധ്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യരിലെ വൈരുദ്ധ്യങ്ങൾ അല്ലെ? നല്ലവരുണ്ടാവും, ചീത്തയുണ്ടാവും, കാലൊടിഞ്ഞ ആളുണ്ടാവും, കൈയില്ലാത്ത ആളുണ്ടാവും. പല രീതിയിലും പല ബുദ്ധിമാനുണ്ടാവും, ശക്തിമാനുണ്ടാവും. ഭൂമി എന്ന് നോക്കുമ്പോൾ ഫലഭൂയിഷ്ടമായ ഭൂമിയുണ്ട്, തരിശായ ഭൂമിയുണ്ട് അല്ലെ? പിന്നെ രത്നങ്ങൾ കിട്ടുന്ന ഭൂമിയുണ്ട്, നദികളുണ്ട്, കുളങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, സ്നേഹമുണ്ട്, ഇതൊക്കെയുണ്ട്. സമാധാനമുണ്ട്, യുദ്ധമുണ്ട്, സമാധാനമുണ്ട്. അതുകൂടാതെ ഉണ്ട് വിജയമുണ്ട്, പരാജയമുണ്ട്. ഇതെല്ലാം പലതും ഉണ്ട്. ഇതൊന്നും ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല. ഉണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ശാശ്വതമാണ്. അതും ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാനിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് ഈ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിലാണ് നമ്മൾ കെട്ടിപ്പടഞ്ഞു കിടക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കെട്ടിപ്പടഞ്ഞു കിടക്കണം. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാ പറയുന്നത്. ഇതിനോട് ശാശ്വതം ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശാശ്വതമായ ആത്മാക്കളാണ്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക, ധർമ്മം ചെയ്യാൻ. അത്തരത്തിലാണ് നമ്മളുടെ ഈ വൈദിക തത്വങ്ങൾ അതെല്ലാം ക്രമീകരിക്കുന്ന. അതേപോലെയാണ് എന്തിന്? ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ഭഗവാൻ സേവനം ചെയ്യാനും ഭഗവാന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അത്തരത്തിലാണ് നമ്മളുടെ വേദങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ
നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലാണ് പിന്നെ സാമാന്യ വ്യക്തികൾ, നമ്മളെ പോലുള്ള സാധാരണക്കാരെ നമ്മൾ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുറെ ധർമ്മങ്ങള്, ധാർമ്മികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പൂർണ്ണമാക്കി എടുക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ ചിന്ത. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി കുറെ വഴിപാട് കഴിച്ചു, അല്ലെങ്കിൽ കുറെ ഭണ്ണാരത്തിലൊക്കെ പൈസ ഇട്ടു, അല്ലെങ്കിൽ കുറെ ദാനം ചെയ്തു, അല്ലെങ്കിൽ കുറെ അങ്ങനെ നല്ല കാര്യങ്ങൾ കുറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമാക്കി എടുക്കാൻ സാധിക്കുന്നു നമുക്കൊരു തോന്നൽ. അത് ശരിയല്ല, അത് നടക്കൂല. കാരണം വെച്ചാൽ അതുകൊണ്ടായില്ല. ചില ആൾക്കാരുണ്ട് ഒരു തരത്തിലും ഭഗവാനെ സേവിക്കാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് ഈ ഭൗതികമായിട്ട് തന്നെയുള്ള ചില ശ്രേഷ്ഠ കാര്യങ്ങൾ ചെയ്യാനും അവര് താല്പര്യം കാണിക്കില്ല. അതേപോലെ തന്നെ പാപമംഗലമായ ജീവിതം നയിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. മായയിൽ കുടുങ്ങി കിടക്കണം അവര് അവരുടെ അവസ്ഥ എന്താണ്? മൂഢത്തരം. അവരൊക്കെ മായയിൽ പെട്ടിരിക്കുകയാണ്. അതിന് ഒരിക്കലും പകല് രാവിലെ എണീക്കുന്നത് 12 മണിക്കാണ്. അതാണ് അവരുടെ ജീവിതം. ഞാൻ അവർക്ക് വിളിച്ചാവുന്നത് 12 മണിക്കാണ്. ഇതൊക്കെ ചെയ്യാൻ മുഴുവനും വികർമ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാൽ കൃഷ്ണാബോധം എന്ന തത്വത്തിന് അടിസ്ഥാനമില്ലാത്ത എന്തും തന്നെ അത് ഉപയോഗശൂന്യമാണെന്നാ പറയുന്നത്. അപ്പോ ഈ ഭഗവാന്റെ ഹരേ കൃഷ്ണ ഈ ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്ത എന്തും തന്നെ അതൊക്കെ ഉപയോഗശൂന്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. വേദങ്ങളിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങൾ നിർദ്ദിഷ്ട കർമ്മങ്ങളും നിഷിദ്ധ കർമ്മങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യം ഇന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലും പറഞ്ഞിട്ട് നന്മയും തിന്മയും പറഞ്ഞിട്ടുണ്ട്. നന്മയും തിന്മയും അവര് വേദങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും അതിനെ തള്ളി കളഞ്ഞിട്ടില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് തന്നെയായാലും വേദങ്ങളും ബദ്ധാത്മാക്കളാണ് ഇതിൽ ബന്ധിക്കപ്പെടുന്നത്. ഓരോ വ്യക്തിയും ഇതിനുള്ള ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും അവരിപ്പോഴെവിടെയാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ പല ഗുണത്തിലും നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഓരോ വ്യക്തിയും അവരിപ്പോഴെവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പൊ ശൂദ്രന്റെ നിലയിലാണ് നിൽക്കുന്നതെങ്കിലും ആ തലത്തിൽ നിന്നും കൊണ്ട് അതിന് അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്യാനാണ് പറയണത്. അതിന് അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ ജീവിതത്തിന്റെ പരിപൂർണതയിലേക്ക് ഉയരണം. അതിനുള്ള അങ്ങനെ ഉയർന്നു വരാനുള്ള ഒരു സിസ്റ്റമാണ് ഈ വേദങ്ങള് നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ വേദങ്ങളുടെ പദ്ധതി തന്നെ ഇത് തന്നെയാണെന്ന് പറഞ്ഞത്. ഇവിടെ പറയുകയാണെങ്കിൽ സത്വഗുണത്തെ നമ്മൾ വലിയ കാര്യമായിട്ട് വലിയ പൊക്കി പറയും. അവൻ സത്വഗുണത്തിലാണ്, എല്ലാ കാര്യങ്ങളും സത്വഗുണത്തിൽ ചെയ്യുന്ന വ്യക്തിയാണെന്ന് അവൻ പറയും. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, ഈ സത്വഗുണം എന്ന് പറയുന്നത് ആധ്യാത്മികം അല്ല എന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രഭുപാദ് പറയുന്നത് ഈ സത്വഗുണത്തിൽ എത്തിയാൽ അത് ആധ്യാത്മികമല്ല എന്ന്. അതിനുള്ള കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോകണം. ന്യൂയോർക്കിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എയർപോർട്ടിൽ ചെല്ലും. എയർപോർട്ടിൽ നമ്മൾ ചെന്ന് നമ്മുടെ കയ്യിൽ വിസയും പാസ്പോർട്ടും അതൊക്കെ ഉണ്ട്, നമുക്ക് ഇംഗ്ലണ്ടിൽ പോവാം. പക്ഷെ എയർപോർട്ടിൽ എത്താൻ വൈകി, എന്തോ ചില കാരണങ്ങൾ കൊണ്ട്, സാങ്കേതികമായ പ്രശ്നം കൊണ്ട് നമുക്ക് എയർപോർട്ടിൽ എത്താൻ സാധിച്ചില്ല. എന്തുവരും? നമുക്ക് പോകാൻ പറ്റില്ല. പ്ലെയിൻ മിസ്സാവും. ഈ പ്ലെയിൻ മിസ്സായത് ആരുടെ കുഴപ്പം കൊണ്ടാ? അത് എയർപോർട്ടിന്റെ കുഴപ്പം കൊണ്ടല്ല പ്ലെയിൻ മിസ്സായത്. അല്ല, അത് നമുക്ക് സമയത്തിന് എത്താൻ സാധിച്ചില്ല. എന്നതുപോലെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, അപ്പോ ഇവിടെ പ്രഭുപാദ് എടുത്തു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ എയർപോർട്ട് എന്ന് പറയുന്നതും ഈ സത്വഗുണം എന്ന് പറയുന്നത് രണ്ടും ഒരേപോലെയാണെന്നാ പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എയർപോർട്ടിൽ എത്തിയാലേ നമുക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റുള്ളൂ. എയർപോർട്ടിൽ എത്തിയാലേ വേറെ ഏതെങ്കിലും സിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഫ്ലൈറ്റിൽ പോകാൻ സാധിക്കുള്ളൂ. അതേപോലെ ഇവിടെ പറയുന്നത് സത്വഗുണം ഈ എയർപോർട്ട് ഒരേപോലെയാന്ന് പറയുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ സത്വഗുണത്തിൽ എത്തിയാലേ നമുക്ക് അതിനുള്ള മേലെയുള്ള ലോകങ്ങളിൽ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. സത്വഗുണത്തിൽ സ്വർഗത്തിൽ പോകാനോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ പോകാനോ എവിടെ പോകണമെങ്കിലും നമുക്ക് സത്വഗുണത്തിൽ എത്തണം. സത്വഗുണത്തിൽ എത്താണ്ട് ഒരു കാര്യവും നടക്കൂല. അപ്പൊ സത്വഗുണത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സത്വഗുണം ആധ്യാത്മികമല്ല എന്നാണ്. അതിനപ്പുറം പോകണം നമ്മള്.
വിശുദ്ധ സത്വത്തിലേക്ക് പോകുമ്പോഴാണ് പിന്നെ ആധ്യാത്മികമാവുന്നത്. അതേപോലെ തന്നെ അപ്പൊ ഇതിന്റെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൈദിക ക്രമീകരണങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആധ്യാത്മിക ജീവിതത്തിന് അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഈ ഭഗവത്ഗീതയുടെ ഇതിന്റെ എല്ലാത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. അതിന് ഭഗവത്ഗീതയില് ഒരു ശ്ലോകമുണ്ട് 2:45. 2:45 പറയുന്നത് ത്രൈഗുണ വിഷയാവേദ നിശ്ചൈഗുണ ഭവാർജുന നിശ്ചയിച്ചുകൊണ്ട് ഭവാർജുന. ഓ മാതാജി ഉണ്ട് ഇവിടെ. ത്രൈഗുണ്യ വിഷയാവേദ നിശ്ചൈഗുണ്യ ഭവാർജുന നിന്ദന്തോ നിത്യസത്വസ്തോ നിര്യോഗക്ഷേമ ആത്മവാൻ. അപ്പൊ ഈ മാലിന്യങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങാലേ നമുക്ക് ഈ എയർപോർട്ടിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇതേപോലെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അപ്പോ ഇതിൽ നിന്നും നമ്മൾ മുക്തി നേടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ പോരാ, ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. ഈ ദ്വന്ദ്ങ്ങളിൽ നമ്മൾ പെട്ടെടുക്കണം. ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ ഈ ശ്ലോകം നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബദ്ധാത്മാക്കൾ എന്താ പറയണേ? സ്വർഗത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങളെ സുഖമായിട്ടാണ് അവർ കാണുന്നത്. അത് മാത്രം സുഖമായിട്ട്. എന്നാൽ ജീവിത സുഖം അതേപോലെ തന്നെ വേദനാജനകമായ അവസ്ഥകളും മോശമായിട്ടും അവർ കാണുന്നു. പക്ഷെ ഇത് രണ്ടും ഭഗവാന്റെ സൃഷ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. രണ്ടും തന്നെ ഇത് ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ സത്യം അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും നിർവാഹകൻ, കൺട്രോൾ ചെയ്യുന്ന ഭഗവാനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിന്ത വരാത്തവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്ത വന്നില്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഒരു തോന്നൽ വരും. അപ്പൊ ഇത് ഭഗവാനാണ് എല്ലാത്തിന്റെ നിർവാഹകൻ എന്നുള്ള ചിന്ത നമുക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ ഈ സത്സംഗത്തിലൊക്കെ വന്നിട്ടും നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ചിന്ത വരും, അത് എന്റെയാണ്, അല്ലേ? അങ്ങനെ വരും. അത് എന്റേത് എന്നുള്ള ആ ചിന്ത നമുക്ക് വരും. കാരണം അതിൽ നിന്നും പുറത്ത് കിടന്നാലേ നമുക്ക് ഈ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് എന്റെയാണ്, ഇത് ഞാനാണ്, ഇത് എന്റെയാണെന്നുള്ള ആ ചിന്ത മാറാതെ കണ്ട് ഒരിക്കലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പ്രഭുപാദ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ 2:24 ശ്ലോകം ഭഗവത്ഗീതയിൽ 2:24 ശ്ലോകത്തിന്റെ എന്താണ് പറയുന്നത്? അച്ഛേത്യോ യമദാഹ്യോഹം അക്ലേദ്യോ ശോഷയേവജ നിത്യ സർവഗത സ്ഥാണൂർ അചലോയം സനാതന. ചെയ്യാൻ നമ്മുടെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നനയ്ക്കാനോ കുതിർക്കാനോ വെട്ടിമുറിക്കാനോ ഇതൊന്നും സാധിക്കില്ല. അവിടെ പറയുന്നത് എന്താണെന്ന് ചെയ്യാൻ നിത്യ സർവഗത എന്നാ പറയുന്നത്. കഴിഞ്ഞാൽ ഈ ജീവാത്മാവിനെ എവിടെയും പോവാൻ സാധിക്കുന്ന പറയണത്. അപ്പൊ ഇവിടെ പ്രഭുപാദം എടുത്തു പറയുന്നത് വെച്ചാൽ അങ്ങനെയല്ല എന്നാ പറയുന്നത്. പ്രഭുപാദം പറയണത് വ്യക്തിഗത ആത്മാവ് ശാശ്വതനും ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിൽ പോവാൻ അവന് സാധിക്കും. അതിനുള്ള അവസരം അവനുണ്ട്, അതിനുള്ള ശേഷി അവനുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ ഭൗതിക ലോകത്താണ്, ഞാനിപ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ, മറ്റേ സ്വർഗലോകത്തിൽ ഞാനുണ്ടോ? സർവഗത എന്ന് പറയുമ്പോൾ അതല്ല എന്ന് ഭഗവാൻ തിരുത്തി പറയണം. സർവഗത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഓരോ വ്യക്തിഗത ആത്മാവും സർവവ്യാപി അല്ല എന്നാണ്. സർവവ്യാപി അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. സർവവ്യാപി എന്ന് ചെയ്യാൻ സർവജ്ഞനാണ് നമ്മള്. സർവജ്ഞ ചെയ്യാൻ അതിനുള്ള അവസരം നമുക്കുണ്ട്, അവിടെ പോകാനുള്ള അവസരം നമുക്ക് കിട്ടും. പക്ഷെ സർവവ്യാപിയല്ല, സർവഗതനാന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു തെറ്റ് പ്രഭുപാദ പണി എടുത്തു പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഭഗവാനാണെങ്കിൽ നമ്മുടെ തടസ്സ ശക്തി എല്ലായിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്മളൊക്കെ തടസ്സ ശക്തിപ്പെട്ടത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മള് ഒരേ സമയത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഭഗവാന്റെ
വ്യക്തിപരമായ വ്യക്തിപരമായ ശക്തി എന്താണ് ചെയ്തിരിക്കുന്നത്? വ്യക്തിപരമായ ശക്തി എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഭഗവാനാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മളാണെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് മാത്രമേ എല്ലായിടത്തും ഇല്ല നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുര സ്വഭാവത്തിൽ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭൗതിക ഈ ലോകം മുഴുവനും നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റല്ലേ? ഒരിക്കലും അല്ല. നമ്മൾ ഭഗവാൻ നമുക്ക് ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ആസ്വദിക്കാം. പക്ഷെ അത് എന്താ പറയുക, നമ്മള് ആർത്തി കൂട്ടുക അങ്ങനെയുള്ള ഇതിനല്ല തന്നി. നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം നമുക്ക് വേണ്ടി ഉപയോഗിക്കാം. അത് ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത് സേവനത്തിൽ കൂടി വേണം നമുക്ക് ഉപയോഗിക്കാൻ. അതാണ് മായാവാദികളും തമ്മിൽ വ്യത്യാസം. മായാവാദികൾ എന്താണ്? അവര് ചില കാര്യങ്ങൾ നിഷിദ്ധമായിട്ട് കണക്കാക്കും, പല കാര്യങ്ങളും. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഭഗവത് സേവനത്തെ പറ്റിയതല്ല, മാറ്റി. അങ്ങനെയല്ല വേണ്ടേ. അത് നമ്മളാണെങ്കിൽ അത് ഭഗവത് സേവനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമ്മൾ ആസ്വദിക്കും. അപ്പോൾ ഭഗവാനിൽ കൂടെയാണ് നമ്മൾ അത് ആസ്വദിക്കുന്നത്. അത് നമ്മൾ മായാവാദികൾ പോലെ അല്ല എന്ന് എന്ത് കണ്ടാലും ഭഗവത് സേവനത്തിന് വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ചിന്ത നമുക്ക് വേണമെന്നാണ് പറയണത്. പിന്നെ വേറൊന്ന് പറയുന്നത് ഭഗവാന്റെ തൃപ്തിയാണ് നമ്മളെ തൃപ്തി. ഭഗവാൻ തൃപ്തിയായ നമ്മൾ തൃപ്തരായി. പക്ഷെ ഈ അസുര സ്വഭാവം, അസുര സ്വഭാവങ്ങൾ അങ്ങനെയല്ല. അവര് തിരിച്ചാണ് ചിന്തിക്കുക. അതുകൊണ്ട് എന്ത് ചിന്തിക്കുക? നിരപേക്ഷ തത്വത്തെ എന്ത് ചെയ്യാം? അബ്സൊല്യൂട്ട് ട്രൂത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും. അബ്സൊല്യൂട്ട് ട്രൂത്തിനെ മനസ്സിലാക്കാനുള്ള ശക്തി നമുക്കുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് വരും ചെയ്യാൻ വീണ്ടും ഈ മായയുടെ കുടിക്കിൽ നമ്മൾ പെടുന്നു എന്നുള്ളതാണ്. പിന്നെ ഭാഗവതത്തിൽ 6, 17, 20 ചിത്രകേതു മഹാരാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ലോകം അനശ്രുതം പ്രവഹിക്കുന്ന നദിയിലെ തരംഗം പോലെയാണ്. അതുകൊണ്ട് ശാപവും അനുഗ്രഹവും എന്താണ്? സ്വർഗീയ ലോകം നരകീയ ലോകം എന്താണ്? സന്തോഷവും ദുഃഖവും എന്താണ്? ഇതൊന്നും അറിയാൻ പറ്റാതെ വരും. കാരണം ഈ തിരമാലകൾ എപ്പോഴും നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ഒന്നിനെ നമുക്ക് ഗ്രഹിക്കാനുള്ള കഴിവില്ലാതായി തീരുന്നവരാണ്. പക്ഷെ ഒരു രൂപഗോസ്വാമി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് ഭക്തിയുദ്ധ സേവനത്തെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സാധനാ ഭക്തി, ഒന്ന് രാഗാനുഗാ ഭക്തി. രാഗാനുഗാ ഭക്തി എന്ന് പറയുന്നതാണ് അത് ഭഗവത് പ്രേമത്തിന്റെ തലത്തിലാണ് അത് നിൽക്കുന്നത്. ഭഗവത് പ്രേമത്തിന്റെ തലത്തിലാണ് രാഗാനുഗാ ഭക്തി. അത് ഇൻബിൽട്ട് ആണ്. ഇൻബിൽട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമുക്ക് ഉള്ളതാണ്. അത് നമ്മൾ ഈ ജന്മം എടുത്തപ്പോഴും അത് നമ്മുടെ കൂടെയുണ്ട്. അതേ സാധനാഭക്തി അങ്ങനെയല്ല. സാധനാഭക്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുത സേവനത്തിന്റെ ക്രമീകൃത തത്വങ്ങളുടെ ബോധപൂർവമായ ഒരു പരിശീലനമാണ്. അത് പരിശീലിച്ചിട്ടെടുക്കേണ്ടതാണ്. അത് പരിശീലിച്ച് നോക്കിയെടുത്തു കഴിഞ്ഞാൽ, ഞാൻ വേണമെങ്കിൽ ആ വാചകം ഒന്നുകൂടി വായിക്കാം. ഞാൻ ഭാഗവതത്തിൽ നിന്ന് അങ്ങനെ തന്നെ കോട്ട് ചെയ്യുന്നുള്ളൂ. ഭക്തിയുത സേവനത്തിന്റെ ക്രമീകൃത തത്വങ്ങളുടെ ബോധപൂർവമായ പരിശീലനമാണ് ഈ പരിശീലനം കൊണ്ട് നമുക്ക് പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് പൂർണ്ണത നേടാൻ അതിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് പൂർണ്ണത നേടാൻ നമുക്ക് സാധിക്കും. ജീവിതം സ്വമേധയാ ഒഴിവാക്കുകയും ധാർമ്മികമായ തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇതിനെ നൈസർഗികം എന്ന് പറയും. ഇതിനെ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള, ഞാൻ സത്വഗുണത്തിന്റെ കാര്യം പറഞ്ഞു. ഇത്തരത്തിലുള്ള സത്വഗുണത്തിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പുണ്യവാന്മാരായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് സത്വഗുണത്തിൽ പ്രഭു അത് നല്ല കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. വളരെ ഹൈലി വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നു. പക്ഷെ ആ പ്രഭു അത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പക്ഷെ അങ്ങനെയാണെങ്കിൽ ആത്മീയ വിശുദ്ധ അവസ്ഥയിലുള്ള ഒരു ആത്മാവിന്റെ കളങ്കരഹിതമായ സ്വഭാവം നമുക്ക് എങ്ങനെ കണക്കാക്കാൻ സാധിക്കുന്നു ചോദിക്കുന്നത്. ഈ സത്വഗുണത്തിലുള്ള ആള് നമ്മൾ ഇത്രയും പൊക്കി പറയുമ്പോ ഇവിടെ ആത്മീയ
വിശുദ്ധ സത്വത്തിലുള്ള ഒരു ആത്മാവിന്റെ കളങ്കരഹിതമായ സ്വഭാവം നമുക്ക് സങ്കല്പിക്കാൻ കൂടി സാധിക്കില്ല എന്നാണ്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് പറയണം. നമ്മൾ അതിനെ ആ രണ്ടിനെ തരംതിരിവ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കാം. അങ്ങനെ ഒരാളെ ഇങ്ങനെ പൊക്കി പറയുന്ന അല്ല ശരി എന്നാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരുവൻ ഹരിയുടെ ഇവിടെ പറഞ്ഞ ഒരുവൻ ഹരിയുടെ ശുദ്ധ ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും അവന് എന്താണ് ദേവന്മാരുടെ ഉത്കൃഷ്ടമായ സ്വഭാവം അവൻ പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും അവൻ പ്രകടിപ്പിച്ചിരിക്കുന്നവരാണത്. അതോ എന്തുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞാൽ പരിശുദ്ധ ഭക്തിയുടെ അത്തരം വെളിപ്പെടുത്തൽ അതും നൈസർഗികമായിരിക്കും. കാരണം അവൻ അത് പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് നൈസർഗികമായിട്ട് അവന് കിട്ടുന്നതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ ഈ ഭാഗവതത്തിലെ ഉദ്ധവ ഉപദേശത്തിൽ നിന്നാണ് ഞാൻ ഈ ഇത് ചെറിയൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു യജമാനെ നമ്മൾ വിശ്വാസത്തോടുകൂടി നമ്മൾ സേവനം ചെയ്യണം. വിശ്വാസത്തോട് സേവനം ചെയ്യാൻ പ്രതിഫലം വാങ്ങിക്കാൻ സമയത്ത് അദ്ദേഹം മരിച്ചു പോകണം. അദ്ദേഹം മരിച്ചു പോയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ പ്രതിഫലം വാങ്ങിക്കാൻ സാധിക്കാതെ വരും. പക്ഷെ ഭഗവാന്റെ അടുത്ത് അങ്ങനെയല്ല എന്നാ പറയാം. ഭഗവാനെ പ്രഭാത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഭഗവാന്റെ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥലകാലങ്ങൾക്ക് പരിമിതൻ അല്ലാത്തവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹം എന്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഭക്തന്മാരോട് എപ്പോഴും അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം അതിനുള്ള പ്രതിഫലം എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിശുദ്ധ ഭക്തന്മാർ ചെയ്യുന്ന അപരാധങ്ങള്, ഭക്തൻ ഏതുമാവട്ടെ, അപരാധങ്ങൾ ഒരിക്കലും ഭഗവാൻ ഓർമ്മിക്കാറില്ല എന്നാ പറയുന്നത്. അതിനെ ഗൗനിക്കാറേ ഇല്ല എന്ന്. അതേസമയം അവര് ചെയ്യുന്ന ശുദ്ധമായ ഭക്തിയുത സേവനം അദ്ദേഹം തീർച്ചയായിട്ടും ഓർമ്മിക്കും. തീർച്ചയായിട്ടും അത് എപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരിക്കും പറയണത്. എന്താണ് ഓർമ്മിക്കും എന്ന് പറയപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ പിന്നെ വേണ്ട, ഭഗവാൻ കൃഷ്ണൻ അല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും ആശ്രയിക്കാലോ? വേറെ ആരെങ്കിലും സേവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവാൻ? നമുക്ക് അങ്ങനെ ഈ ദേവന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും സേവിച്ചാല് നമ്മൾ ഒരു അപകടത്തിൽപ്പെട്ടു നിൽക്കാം. ഏതെങ്കിലും തരത്തിൽ അപകടം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതില് നമ്മളെ സംരക്ഷിക്കാൻ കൊണ്ട് സാധിച്ചൊന്നും വരില്ല. അതേസമയം കൃഷ്ണ ഭഗവാൻ അങ്ങനെയല്ല. കൃഷ്ണ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ കാണാം. അതിന് ഉദാഹരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം നമ്മളെ സഹായിക്കാൻ സാധിക്കാത്തതിനുള്ള കാരണം പറയാം. നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രം യുദ്ധത്തിൽ നശിച്ചു പോയി. അതേപോലെ നമ്മുടെ കുടുംബത്തെ ആൾക്കാര് വേണ്ടപ്പെട്ടവരൊക്കെ നശിച്ചു പോവാണ്. ദേവന്മാര് അസുരന്മാര് തോൽപ്പിച്ചു. ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഭഗവാന്റെ അടുത്താണെങ്കിലോ, ഭഗവാന്റെ കാര്യം പറയാൻ പരമോന്നതനായ ഭഗവാനാണ്, പരമ നിന്ദാതാവാണ്. അദ്ദേഹത്തെ മറ്റാർക്കെങ്കിലും ഒരു തരത്തിലും മറികടക്കാൻ അതിജീവിക്കുകയോ പ്രതിഫലനപ്പെടുത്തുകയോ ചെയ്യാൻ, ഒരു അപകടത്തിൽപ്പെടുത്താൻ വേറെ ആർക്കും സാധിക്കില്ല. കാരണം എന്താ കഴിഞ്ഞാൽ അദ്ദേഹമാണ് അവിടെ നിയന്താതാവ്. ഇപ്പൊ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കാണുന്ന ഈ അസുര സ്വഭാവികള് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടുള്ള അബദ്ധങ്ങളാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്രകാരം കൃഷ്ണന്റെ വാഗ്ദാനങ്ങള്, കൃഷ്ണൻ ഭഗവത്ഗീതയ്ക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങള് ഒരിക്കലും അത് തീർച്ചയായിട്ടും ശാശ്വതമായിരിക്കും. അത് ഒരിക്കലും നശിച്ചു പോവില്ല എന്ന് പറയാം. അതിന് നമുക്കൊരു ശ്ലോകം ഉണ്ടല്ലോ, ഇല്ലേ? എന്താണ്? ക്ഷിപ്രം ഭവതി ആത്മാത്മാ ശാശ്വത ശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമ്മെ ഭക്ത പ്രണശ്വരി. എന്താ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ഷിപ്രം നമ്മള് അല്ലെ, ക്ഷിപ്രം ആത്മാ ശാശ്വത ശാന്തി കൗന്ദേയ പ്രണിത ഭഗവാന് തന്നെ ഡിക്ലെയർ ചെയ്യാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ ചെയ്തില്ല. കാരണം എന്താ? അത് സ്വന്തം ഭക്തനെ കൊണ്ട് ചെയ്യിച്ചു. ഭക്തൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മാറൂല എന്നുള്ളതാണ്. അതേസമയം ഭഗവാന്റെ വാക്ക് ഒരുപക്ഷെ ചിലപ്പോൾ മാറിയെന്ന് വരും. അതുകൊണ്ട് ആർക്കും ദോഷം വരുന്നില്ല. പക്ഷെ ഭക്തൻ അവിടെ ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാന്റെ ഭക്തന്റെയാണ്. അല്ലെ? ഭീഷ്മദേവരുടെ ഇത് നമുക്ക് കഥ അറിയാവുന്നതാണ്. യുദ്ധക്കളത്തില് ഇന്ന് 10ാം ദിവസം ഞാൻ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിച്ചിരിക്കും എന്ന് ശപഥം ചെയ്യാൻ ഭീഷ്മര്. ഭഗവാൻ ഇതറിയാം. ഭഗവാൻ എന്ത് ചെയ്യാൻ? ഭഗവാൻ ഞാൻ ആയുധം എടുക്കില്ല, ഈ യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ എന്തുണ്ടാവും ഇവിടെ? ഭക്തന്റെ വാഗ്ദാനം നിറവേറ്റണോ
അതോ ഇദ്ദേഹം പറഞ്ഞു എന്താ വേണ്ടേ? അവസാനം ആ 10-ാം ദിവസം അർജുന ഇനി ക്ഷമിച്ചു നിന്ന് കഴിഞ്ഞാൽ അർജുനൻ ചത്തുപോകും. അത്രയും ശരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭഗവാന്റെ മേലെയാണ് കൊള്ളുന്നത്. ഭഗവാൻ ദേഷ്യം വന്ന് ചാടിയിറങ്ങി ആയുധം എന്താ ഒന്നില്ല, ഒരു രഥത്തിന്റെ വീലും കൊണ്ട് ഓടി ചെല്ലണത്. വീലിൽ കൂടി ഓടി ചെല്ലാണ്ട് ഭീഷ്മർക്ക് മനസ്സിലായി, സന്തോഷമായി. ഭീഷ്മരെന്ന് സാഷ്ടാംഗം പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്റെ വാഗ്ദാനം നിറവേറ്റ. ഭഗവാനെ ആയുധം എടുപ്പിച്ചെങ്കിൽ ആയുധം എടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു, പക്ഷെ ആയുധം എല്ലാം എടുത്ത രഥമാണ്, രഥത്തിന്റെ വീലെടുത്തത്. അപ്പോ ഈ ഭക്തരെ കൊണ്ട് ആഹ്വാനം ചെയ്യിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല എന്ന്. അതാണ് ഇവിടെ ക്ഷിപ്രം ഭഗവതി ആത്മാമ്മ ശാശ്വത ശാന്തി നികർത്തതി കൗണ്ടേയ പ്രതിജ്ഞാനയം നമ്മെ ഭക്ത പ്രണശ്വതി. ഭഗവാന്റെ ഇത് ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞത്. പിന്നെ പറയുന്നത് അതോടുകൂടി രൂപഗോസ്വാമിയുടെ ഒരു നമുക്കറിയാവുന്ന ശ്ലോകമാണ്. അതാ ശ്രീകൃഷ്ണ നാമാദി ഭവേദ്യാഹ്യമിന്ദ്രിയൈ സേവൻമുഖേഹി യുക്തോ സ്വയമേവ സ്മൃത്യ. നമ്മളുടെ ഈ മലിനമായ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എത്ര പൂജിച്ചാലും എന്ത് ചെയ്താലും അതൊന്നും പറ്റില്ല. ശാശ്വതമായിട്ട് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യണമെങ്കിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങനെ തന്നെ വരുന്നല്ലാതെ നമുക്ക് ഭഗവാന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത്. ഇതേപോലെ തന്നെ അതാണ് പറഞ്ഞത്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരെ ഉപദേശിക്കുമ്പോ എങ്ങനെയാണ് വിശുദ്ധ ഭക്തം, എങ്ങനെയാണ് ഭക്തന്മാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായി ഭഗവാനിലേക്ക് ഈ ആൾക്കാർ വരുന്നത് എങ്ങനെയാന്ന്, വരാൻ കാരണം എന്താന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് യദുരാജാവിന്റെയും ഒരു അവധൂത ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഥയല്ല, അവര് തമ്മിലുള്ള സംവാദം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവര് ഭഗവാനിലേക്ക് തിരിയുന്നത് എങ്ങനെയാന്ന്. അപ്പൊ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് യദുരാജ എന്നൊക്കെ അറിയാവുന്നതാണ്. യയാതിയുടെ മകൻ. യയാതി എന്ന് പറഞ്ഞാൽ നമ്മള് കൗമാരം സ്വന്തം മക്കളുടെ യൗവനം ചോദിച്ചിട്ട് ചെന്നത് ആ കഥ ഓർക്കണ്ടല്ലോ. അത് ആരും കൊടുത്തില്ല, അവസാനം ഗുരുവാണ് കൊടുത്തത്. ഗുരുവിന് എന്നിട്ട് ആ യൗവനം തിരിച്ചു കിട്ടി. എന്നിരുന്നാലും അതിൽപ്പെട്ട ഒരാളാണ് യദുരാജാവ്. യദുവംശത്തിന്റെ രാജാവാണ്. അപ്പൊ ഇദ്ദേഹം വളരെ നൈപുണ്യന് ശാസ്ത്രത്തിലൊക്കെ നൈപുണ്യം കിട്ടിയ രാജാവാണ് ഇദ്ദേഹം. അപ്പോ ഇങ്ങനെ ഒരു അവധൂത ബ്രാഹ്മണൻ വളരെ ധൈര്യത്തോടുകൂടി യാതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നടക്കണ കണ്ടു. ബ്രാഹ്മണൻ നിർഭയനായി നിരീക്ഷിക്കുകയും കണ്ടപ്പോ ആ സന്ദർഭം ഈ രാജാവ് ഉപയോഗിച്ചു എന്നാ പറയുന്നത്. രാജാവ് ചെന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അങ്ങ് അവസരം ഉപയോഗിച്ച് അന്വേഷിച്ചു. ഭഗവാൻ പ്രായോഗികമായി അങ്ങ് യാതൊരു കർമ്മത്തിലും ഒഴുക്കാത്തവനായി ഞാൻ കാണുന്നു. എന്നിട്ടും എല്ലാത്തിനെയും കുറിച്ചും എല്ലാ വിവരങ്ങളും എല്ലാ അറിവും അങ്ങക്കുണ്ടെന്നും അങ്ങ് സ്വതന്ത്രനായി നടക്കുന്നു ഞാൻ കാണുന്നു. അതിന്റെ അർത്ഥം അത് എന്തുകൊണ്ടാണെന്ന് എന്താണ് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ്. അതിന്റെ ഗുഡ്നസ് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോ രാജാവ് തന്നെ പറയുന്നത്, സാധാരണ മനുഷ്യർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം ഇത് പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനങ്ങളാണ് ജനങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാവും? ആയുസ് നീട്ടി കിട്ടണം, അല്ലെങ്കിൽ കൂടുതൽ കീർത്തി കിട്ടണം, അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള വസ്തുക്കള് ഐശ്വര്യം കൂടണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇദ്ദേഹമാണെങ്കിൽ ഇതൊന്നുമില്ല. ഇതൊന്നുമില്ലാതെ കണ്ട് മറിച്ച് അങ്ങ് ഒരു ഭ്രാന്തനെ പോലെ, ഒരു അവധൂതനെ പോലെ ഇങ്ങനെ നിർഭയനായിട്ട് ഇങ്ങനെ കാണുന്നു. പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, കാട്ടുതീയിൽപ്പെട്ട ആനയുണ്ടല്ലോ, കാട്ടുതീയിൽപ്പെട്ട ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാടിന്റെ നടുക്കാണ്, പെട്ടുപോയി. ആന ഓടി ഗംഗാനദിയിൽ ഇറങ്ങിയിരുന്നു. ഗംഗാനദിയിൽ ഇറങ്ങി നിന്നപ്പോ അദ്ദേഹത്തിന്റെ ആനയുടെ ആ പേടി മാറി. പിന്നെ യാതൊരു ഉത്കണ്ഠയില്ല, യാതൊരു ടെൻഷനും ഇല്ല, സ്വസ്ഥമായിട്ട് നിൽക്കണം. ഇതുപോലെയാണ് അങ്ങനെ ഞാൻ കാണുന്നതെന്ന് പറയണം. ഈ ബ്രാഹ്മണനെ ഇങ്ങനെയാണ് അങ്ങനെ ഞാൻ കാണുന്നത്. അതെന്താണ് അതിന്റെ ഗുഡ്നസ് എന്ന് ചോദിക്കണം. അപ്പോ പിന്നെ രാജാവ് പറയുന്നത് ഈ കുടുംബമില്ല, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഇല്ല, മിത്രങ്ങളില്ല, പിന്നെ വേറെന്താണ്, അകമ്പടിയായിട്ട് ആരും തന്നെ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഈ അവധൂതൻ.
ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങ് അനുഭവിക്കുന്ന ഈ അങ്ങയുടെ മനസ്സില് അങ്ങയിൽ അനുഭവിക്കുന്ന ഈ ആനന്ദം, അതിൻ്റെ ഹേതു എന്താണ്? അങ്ങയുടെ ആത്മാവിൽ അനുഭവിക്കുന്ന ഈ ആനന്ദത്തിന്റെ ഹേതു എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് പറയണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ബ്രാഹ്മണന് സന്തോഷമായി, ബ്രാഹ്മണന് സംതൃപ്തിയായി. എന്നിട്ട് ബ്രാഹ്മണൻ അവിടെ ഇരുന്ന് പറയാണ്, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ അനവധി ആത്മീയ ആചാര്യന്മാരെ പ്രാപിച്ചു. അവരിൽ നിന്നും കുറെ ജ്ഞാനം ഞാൻ നേടി. ആ ജ്ഞാനം നേടിയതുകൊണ്ട് എന്തുണ്ടായി? സ്വീകരിക്കുകയും ഞാനിപ്പോൾ മുക്താവസ്ഥയിലായി എന്നാ പറയണത്. അപ്പൊ ചോദിക്കണം, അല്ല അദ്ദേഹം തന്നെ പറയാണ്, അങ്ങനെ 24 ആചാര്യന്മാരെ, ഈ 24 ഗുരുക്കന്മാരെ ഞാൻ സമീപിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയാം, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. എന്നിരുന്നാലും അദ്ദേഹം ആശ്രയം സ്വീകരിക്കുകയുണ്ടായി. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, മാടപ്രാവ്, പെരുമ്പാമ്പ്, സാഗരം, ശലഭം, തേനീച്ച, ആന, മധുമോഷ്ടാവ്, ബാൻ, മത്സ്യം, പിങ്കള എന്ന അഭിചാരിക, കുരുരുപക്ഷി, ശിശു, പെൺകുട്ടി, ശരമുണ്ടാക്കുന്നവൻ, സർപ്പം, ചിലന്തി, കടന്നൽ, ഇവയുടെ പ്രവൃത്തികൾ പഠിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ആത്മശാസ്ത്രം പഠിക്കാൻ സാധിക്കും. ഇവരുടെ പ്രവൃത്തിയാണ് പഠിച്ചത്, അത് മനസ്സിലാക്കും. ഇവരുടെ ഓരോ പ്രവൃത്തികളും അദ്ദേഹം നോക്കി കണ്ട് പഠിച്ചു. അപ്പൊ അതിൽ നിന്നും അദ്ദേഹം ഈ എല്ലാ ആത്മശാസ്ത്രവും അതിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. അപ്പൊ ഈ 24 ഗുരുക്കന്മാരുടെ കാര്യം ഇവിടെ പറയായിരുന്നു, ഞാൻ തീരില്ല. അപ്പൊ വേണമെങ്കിൽ ഞാൻ ഭൂമിയെ പറ്റി പറയാം. ഭൂമി എന്താണ്? ഭൂമി ചെയ്യാൻ നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തി, ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തി ആരെങ്കിലും പീഡിപ്പിക്കാൻ ചെയ്തു, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പീഡിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പീഡിപ്പിക്കാൻ മാത്രമല്ല, തന്റെ സമാധാനം കെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയായി ഇദ്ദേഹം കാണാം? ഇദ്ദേഹം ഈ പീഡിപ്പിക്കുന്നവരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിയന്ത്രണത്തിലുള്ള ആൾക്കാരാണ്, നിയന്ത്രണത്തിലുള്ളവരാണെന്നും നിസ്സഹരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഈ വിശുദ്ധ ഭക്തന്മാർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കണം, തന്നെയല്ല, എന്റെ മാർഗത്തിന് ഇവരൊന്നും തടസ്സമാവുന്നില്ല. ഇവര് പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്റെ മാർഗത്തിന് യാതൊരു തടസ്സവും ഇവരെ കൊണ്ടുണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കാൻ കഴിവുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്. അപ്പൊ അത് എന്തിൽ നിന്ന്? ഭൂമിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന്. ഈ ഭൂമിയിൽ നിന്നും ഇതെനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നാണ്. പിന്നെ പർവ്വതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പർവ്വതത്തിന് നമുക്ക്, പർവ്വതം നിൽക്കുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയാണ് പർവ്വതത്തിനെ താങ്ങി നിർത്തുന്നത്. അപ്പൊ അതില് നദി ഉണ്ടാവും, അരുവികളുണ്ട്, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഭൂമിയാണ് താങ്ങി നിർത്തുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കണം എന്നാ പറഞ്ഞത്. പിന്നെ വൃക്ഷം, സമയം അങ്ങോട്ട് പോയി, ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കാം. വൃക്ഷത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, വൃക്ഷം എന്താണ്? നമുക്ക് ഫലങ്ങൾ തരും, പുഷ്പങ്ങൾ തരും, തണല് തരും. പിന്നെ അതുകൂടാണ്ട് ഔഷധ ഗുണമുള്ള ഇതുകളുണ്ട്. അതേപോലെ ഇതൊക്കെ തരും. കൂടാതെ കണ്ട് നമ്മൾ ഇതിനെ വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവസാനം അത് വിറകായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഈ ബ്രാഹ്മണൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഉദാരമതികളായ വൃക്ഷത്തിന്റെ ശിഷ്യനാവാനാണ് പറയുന്നത്. ഇത്രയും വിശുദ്ധനായ ഈ വൃക്ഷത്തിനെ നമ്മൾ ഗുരുവായിട്ട് നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതേപോലെ കാറ്റ് എത്ര വലിയ കാറ്റുണ്ടായാലും കാറ്റ് നമ്മൾ ഒന്നിലും അത് ഒരു വസ്തുക്കളിലും അത് കൂടിച്ചേരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട്, ഇതേപോലെ ആയിരിക്കണം മുനിമാരെന്ന് പറയുന്നത്. മുനിമാരെന്താണ്? മുനിമാര് അവർക്ക് ഭൗതികമായിട്ടുള്ള പല വസ്തുക്കളും അവർക്ക് കൈകാര്യം ചെയ്യുന്നതായിട്ട് വരും. പക്ഷെ ഇതിലൊന്നും ഈ വസ്തുക്കളിലൊന്നും മുനിമാര് ഉൾപ്പോകരുത്, അതിൽ താല്പര്യം ഉണ്ടാവരുത്. കാറ്റിനെ പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. കാറ്റ് അതുകൂടാതെ കാറ്റ് അഗ്നിയെ ജ്വലിപ്പിക്കും, അതേപോലെ ഗന്ധങ്ങളെ വഹിച്ചുകൊണ്ടിരും. ഇതൊന്നും കാറ്റിന് ബാധിക്കില്ല. ഇല്ല. അപ്പോ ശുദ്ധനായ ഒരു വ്യക്തി, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഭക്തൻ ഇങ്ങനെ ആയിരിക്കണം. ഇതിനൊന്നും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുണ്ടായാലും ഇതിലൊന്നും നമ്മൾ ഉൾപ്പോകാൻ പാടില്ല എന്ന് നമുക്ക് ആ കാറ്റിൽ നിന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതേപോലെ തന്നെ ഇത് കൂടാതെ കൊണ്ട് മനുഷ്യൻ
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സുന്ദരനുണ്ട്, സുമുഖനുണ്ട്, ചിന്തിക്കാൻ കഴിവുള്ളവനുണ്ട്, പിന്നെ പിന്നെന്താണ് മോശക്കാരനുണ്ട്, അങ്ങനെ ദുർബലനുണ്ട്, ബുദ്ധിഹീനുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഇതില് യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിയുടെ ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. ഉണ്ടോ? ബാധിക്കുന്നില്ല. അതിനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 6 തരത്തിലുള്ള പരിണാമങ്ങളുണ്ട് ജനിച്ചു കഴിഞ്ഞാല്, അല്ലെ? പരിണാമം 6 തരത്തിലുണ്ട്. ജനനം, വളർച്ച, നിലനിൽപ്പ്, ഉൽപാദനം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്ഷയിക്കും, പിന്നെ മരണം. അപ്പൊ ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ന്യൂനതകളൊന്നും നമുക്ക് നമ്മുടെ ആത്മാവിനെ ബാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് ആ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുത്തത്. ഇതേപോലെ തന്നെ കൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാർക്കും അവരുടെ ശരീരത്തിന് പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പല രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അവരെ ബാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്ത അവർക്കില്ല. ഞാൻ വെറും ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കത് ഈ അനുഭവങ്ങളൊന്നും അവർക്ക് അനുഭവപ്പെടില്ല എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ കുറെ അധികം ഈ ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ, ആകാശം, പെരുമ്പാമ്പ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന. അതേപോലെ 5 എന്താണ് ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധം, ഇതിനോട് ബന്ധപ്പെടുത്തി 3 മാനുണ്ട്, ആനയുണ്ട്, ഇത് എന്താണ് തീയില് വീഴുന്ന തേനീച്ച, പിന്നെ എന്താണ്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഇങ്ങനെ 5 കാര്യങ്ങള്. ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചു വരുന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ ആന സ്പർശം കൊണ്ട് എന്താണ് ഈയാമ്പാറ്റ തീയിലൊന്ന് വീഴും. അത് കണ്ണില് ആകർഷണമാകുമ്പോഴാണ് തീയിലൊന്ന് പെടും. അതേപോലെ വേറെന്താ, മത്സ്യത്തിന് ആ ഹുക്കിൽ വന്ന് വിടും നാവിന്റെ ഇതുകൊണ്ട്. മാൻ സൗണ്ട്, അല്ലെ? വേടന്റെ സൗണ്ട് കേൾക്കുമ്പോ ആ സംഗീതത്തെ, ആ ഓടക്കുള്ളില് മന്ദീഭവിച്ച് അവൻ നിൽക്കുമ്പോ ഇതിനെ പിടിച്ചോണ്ട് പോകും. ഇങ്ങനെയല്ല ഈ 5 തരത്തിലും ഉള്ള ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓരോ മൃഗങ്ങളും ഇതേപോലെ പെടുന്നതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട്. ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോഴും ഈ മായയുടെ അടിമയായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ അസുര സ്വഭാവമുള്ളവർക്ക് ഇതിലൊന്നും താല്പര്യം വരാത്തതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ലോകം, ഇത് തന്നെയാണ് സന്തോഷം എന്നുള്ള ആ ചിന്ത, അതിൽ നിന്ന് മാറാൻ അവരെ കൊണ്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഗുരുക്കന്മാരുടെ അടുത്ത് ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിച്ച് അതേപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നും ഈ മായയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയം കൂടുതലെടുത്തു, എന്നാലും പകുതി ആയിട്ടുള്ള കുറെ കാര്യങ്ങളെയും പറയാണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും സംശയമില്ല.